ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അനന്തപുരിയിലെ ഓണാഘോഷത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ എല്ലാവരും കൂടി ഇങ്ങനെ ഊഞ്ഞാലിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാട്ടുന്നു. അതിനുശേഷം അവരിങ്ങനെ ഉറിയടി മത്സരമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പുറത്തിങ്ങനെ നമ്മുടെ നന്ദുവും ഊഞ്ഞാലാടുകയാണ്. നന്ദു ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കനകേ ഗോവിന്ദനും. അന്നേരം നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിങ്ങനെ അവരെ ഇങ്ങനെ പിടിച്ചിരുത്തി ഊഞ്ഞാലിങ്ങനെ ആടിക്കുന്നു. അതിനുശേഷം വീണ്ടും അനന്തപുരി തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അവിടെ ഉറിയടി മത്സരം ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഉറിയടി നടത്തും, ഉറിയടിക്കും. എന്നിട്ട് പൊട്ടുന്നില്ല. പക്ഷേ ലാസ്റ്റ് നമ്മുടെ മുത്തശ്ശ വന്ന് ഉറിയടിച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് പൊട്ടുവാണ് കേട്ടോ. അന്നേരം ആദർശ അനിയോട് പറയും, ഇനി അനിയാട്ടോ അത് താത്തി ഇങ്ങനെ പൊക്കിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. നീ മുത്തശ്ശനെ താത്തി കൊടുത്തു കൊണ്ട് മുത്തശ്ശനെ ഇങ്ങനെ അടിക്കാൻ പറ്റിയതാ, അല്ലാതെ മുത്തശ്ശൻ തന്നെ അടിച്ചതൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് ഏട്ടന് പൊക്കം ഇല്ലാത്തതുകൊണ്ടാണ്, മുത്തശ്ശൻ അത്രയും പൊക്കം ഉണ്ടെങ്കിൽ ഏട്ടനും അടിക്കാമായിരുന്നു എന്ന് പറയും കേട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ഉള്ളതാ, ഇതുപോലെ കിടന്ന് ചാടുമൊന്നും വേണ്ട എന്ന്. മുത്തശ്ശൻ എന്തെങ്കിലും വയ്യായ്ക വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഈ മക്കളും കൊച്ചുമക്കളും ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഉത്രാടമായിട്ട് താൻ ഇങ്ങനെ എല്ലാവരെയും വിഷമിപ്പിക്കാതെ എന്ന് പറയുമ്പോഴേക്കും എങ്കിൽ വാ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കുക എന്ന് പറഞ്ഞിങ്ങനെ മുത്തശ്ശനെ കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് പോവാം കേട്ടോ. അന്നേരം ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ജയം പറയുന്നുണ്ട്, അച്ഛൻ്റെ അസുഖം കൂടി മാറിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു ഈ വീട്ടിൽ. അത് ഓർക്കുമ്പോൾ ഒരു വിഷമമാണ് എനിക്ക്. അസുഖം വന്നാലും കുഴപ്പമില്ല, അച്ഛൻ ആരോഗ്യത്തിലിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, പക്ഷേ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഈശ്വരൻ ആണല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം അനാമിക മനസ്സിൽ ഓർക്കുക, ഇനി അനന്തപുരിയിലെ നാട്ടുരാജാവ് ഇങ്ങേറെ നാട് നീങ്ങിയാൽ ഇവിടെ രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അനാമിക ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നയന പറയാണ്, ഈ ആഘോഷങ്ങൾക്കിടയിൽ മുത്തശ്ശൻ ഇങ്ങനെ മരുന്ന് കഴിക്കാൻ ചിലപ്പോൾ മറന്നു പോകും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പോവുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും സോപ്പിടാൻ കിട്ടുന്ന ഒരു അവസരം വെറുതെ കളയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പുറകെ ഇങ്ങനെ പോയേക്കുന്നത് എന്ന്. അന്നേരം ജാനകി പറയും, അത് അവളുടെ കഴിവ്, അവൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ട്, മോളെന്താ അങ്ങനെയൊന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല, എന്തെങ്കിലുമൊക്കെ മനസ്സിലിങ്ങനെ പ്രതീക്ഷിച്ച് അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നവർക്കല്ലേ അതിൻ്റെ ആവശ്യമുള്ളൂ, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അന്നേരം നവ്യ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ടല്ലോ. നവ്യ പറയാണ്, അതെ, ഇതിനു മുമ്പ് ഒരു നെക്ലേസ് ഇവിടെ നിന്ന് മോഷണം പോയായിരുന്നു, അതിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഉത്രാടമായിട്ട് എൻ്റെ വായിൽ നിന്നൊന്നും കേൾക്കരുത് നീ എന്ന്. അന്നേരം നവ്യ പറയുകയാണ്, ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നല്ലത് ഞാൻ തിരിച്ചു പറയും, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ലാത്തതൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം ഇവരിങ്ങനെ തമ്മിൽ വഴക്കുണ്ടാകുമെന്ന് തോന്നുമ്പോഴേക്കും അനി അവരോട് ഇങ്ങനെ പറയാണ്, നമുക്കപ്പുറത്ത് കുറച്ച് കരിമരുന്നുണ്ട് കൂടി ഇരിപ്പുണ്ട്, അതുകൂടെ പോയി പൊട്ടിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ആണുങ്ങളെല്ലാം അങ്ങോട്ടേക്ക് അങ്ങ് പോകും. അന്നേരം ജലജ പറയാണ്, കണ്ടോ എല്ലാവരും ഭർത്താക്കന്മാരുടെ കൂടെ ഇങ്ങനെ നിന്ന് പൂത്തിരിയൊക്കെ കത്തിക്കുക, അതുപോലെ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അനി ഒരിക്കൽ പോലും മോളെ വിളിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്ക് അനാമിക പറയുന്നുണ്ട്, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല, ഇവിടെ എല്ലാവർക്കും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവൻ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, മിക്കവാറും അത് അവളെ തന്നെ ആയിരിക്കും, നന്ദുനെ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അത് നീ പറയണ്ട, അവളിപ്പോൾ ഇവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നൊന്നുമില്ല, പിന്നെ അനിയെ മോശമായിരുന്നു അവിയുടെ സ്വഭാവം, ഞാൻ അവനെ സ്നേഹിച്ചാണ് അവനെ തിരിച്ചു പിടിച്ചത്, അതുപോലെ സ്നേഹിച്ച് ഭർത്താക്കന്മാരെ വശത്താക്കാനായിട്ട് പെൺകുട്ടികളും പഠിക്കണം, നീ അങ്ങനെ ചെയ്യാത്തതിന് ആരെയാണ് നീ കുറ്റം പറയുന്നത് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ അതിനേക്കാൾ ഏറെ സ്നേഹിച്ചിരുന്നതായിരുന്നല്ലോ നിൻ്റെ അനിയത്തി ഇവിടുത്തെ ഏട്ടനെ, എന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതെൻ്റെ അനിയത്തിയുടെ വിധി എന്ന് കരുതി നീ എൻ്റെ നന്ദുവിനെ കുറ്റം പറയാനായിട്ടൊന്നും നിൽക്കണ്ട, അവളെ കുറ്റം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, പഠിക്കുന്ന കാലത്ത് പോലും ഒരാണുങ്ങളുടെ പുറകെയും അവളിങ്ങനെ പോയിട്ടില്ല, അതുകൊണ്ട് നന്ദുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുമെന്ന് നീ കരുതണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നന്ദു വേണ്ട എന്ന് വെച്ചതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ നന്ദു കാണുമായിരുന്നു അനിയുടെ ഭാര്യയായിട്ട്, അതും നീ മറക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ നവ്യാകത്തേക്ക് ഇങ്ങനെ പോകുന്നത്. പോയി കഴിയുമ്പോഴേക്ക് ജാനകി പറയുന്നുണ്ട്, അങ്ങനെ അവൾ മാത്രം ഇപ്പം പറഞ്ഞാൽ ഇതൊക്കെ നടക്കുമെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്, അന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂട്ട നിലവിളി ഉയരുമായിരുന്നു, കാരണം അന്ന് ഈ പറയുന്ന ഏട്ടത്തിക്ക് പോലും നയനെ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. നേരം ജലജ ഇങ്ങനെ പറയുന്നുണ്ട്, അത് നേരാ, പിന്നെ ഇവിടെ എല്ലാവരും ഉദ്ദേശിക്കുന്ന ആദർശനെ പഠിക്കാൻ വേണ്ടിയല്ലേ, അപ്പോൾ അവൻ അങ്ങനെ ചെയ്യും, അത് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയും. ആദർശിനെ ഇങ്ങനെ ഇങ്ങനെ കളിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് വിഷമമാകും, അവരിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ്. ഭയങ്കര സന്തോഷം, എല്ലാവരും ഇങ്ങനെ വഴക്കൊന്നും കൂടാതെ, മനസ്സിലിങ്ങനെ ഇഷ്ടക്കേടുണ്ടെങ്കിലും പുറമേ വഴക്കൊന്നും കൂടാതെ ആഘോഷങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ. അത് മുത്തശ്ശിയോട് ഇങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശി ഒരുപാട് സന്തോഷമായല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നെ സന്തോഷമാകാതെ, വഴക്കില്ലാതെ ഒരു ഓണം കൂടി കഴിഞ്ഞു പോയില്ലേ, ഇതിനെല്ലാം കാരണം എൻ്റെ അസുഖമാണ്, എനിക്ക് അസുഖമാണല്ലോ എന്ന് കരുതിയാണ് അവരിങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ മുൻപിൽ വെച്ച് വഴക്കുണ്ടാകാത്തത് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്,
ആ രഹസ്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ. ഈ അസുഖമൊക്കെ മാറി ഇപ്പോൾ പ്രശ്നമില്ല എന്നുള്ള കാര്യം അത് അവരെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ അത് അറിയിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. എൻ്റെ അസുഖത്തിൻ്റെ പേരിലെങ്കിലും പരസ്പരം തല്ലുകൂടാതിരിക്കട്ടെ അവർ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നയൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്നു. നയനക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അന്നേരം നയൻ ഇങ്ങനെ മനസ്സിലോർക്കുക, ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, എങ്കിൽ ഞാനത് പൊട്ടിച്ചേരാനിങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് നേരെ ഇങ്ങനെ ആദർശിൻ്റെ റൂമിലേക്ക് അങ്ങനെ ചെല്ലുന്നു. ആദർശ് അവിടെ ഉണ്ട്. അന്നേരം വന്നിട്ട് ആദർശിനോട് പറയാണ്, അതേ ഒരു സന്തോഷ വാർത്ത പറയാൻ കേട്ടോ, ഉത്രാടമായിട്ട് എന്ന് പറയാം. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ പറയാനുള്ളത്, താൻ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഓഹോ സന്തോഷ വാർത്ത എന്ന് പറയുമ്പോഴേക്കും അതാണ് മനസ്സിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇനി നടക്കാനുള്ള ഒരു സന്തോഷം അതല്ലേ, മറ്റെന്താണ് എന്ന് ചോദിക്കുമ്പോഴേക്കും അതിനേക്കാൾ ഏറെ സന്തോഷമുള്ള വേറൊരു കാര്യമുണ്ട് എന്ന് പറയും. അന്നേരം എന്താണെന്ന് ആദർശ് ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയാണ്, അത് ഞാനിപ്പോൾ പറയില്ല, നാളെ തിരുവോണത്തിന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചേ പറയുള്ളൂ, എല്ലാവരും അത് അറിയണമെന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, സസ്പെൻസ് ഇല്ലാതെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയാണ്, ബുദ്ധിയുള്ള ആളല്ലേ, ചിന്തിക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക, എൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് ആദർശേട്ടൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദർശേട്ടൻ ഞാനൊരു ഗിഫ്റ്റ് തരും എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് ചോദിക്കും, അങ്ങനെ ഒരു കാര്യം, അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യം വേറെ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും, ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്നിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ സമ്മാനം തരും, പിന്നെ ആദർശേട്ടൻ ഇത് കണ്ടുപിടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും. അന്നേരം വീണ്ടും ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് എന്ന് പറയാം. അന്നേരം നയന പറയാണ്, നാളെ പറയുള്ളൂ, ഇതുവരെ ചിന്തിക്കുക എന്നിങ്ങനെ തന്നെ പറയുവാണ്. പിന്നെ അനിയാണ് കാണിക്കുന്നത്. അനി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ നന്ദുവിനൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയച്ചു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. കുറേ നേരമായിട്ടും കിട്ടാതെ ആകുമ്പോഴേക്കും ആകെ നിരാശയാകുന്നുണ്ട്. അന്നേരമാണ് ഓണാശംസകൾ എന്നൊക്കെ പറഞ്ഞ് വിഘ്നേഷിൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ വരുന്നത്. അന്നേരം അനി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്, നിൻ്റെ ഒന്നും മെസ്സേജ് അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ പെണ്ണിൻ്റെ ഒരു ഫോട്ടോ അവൾ അയച്ചു തരുന്നെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ സമയം നന്ദു ഇങ്ങനെ വീട്ടിലിങ്ങനെ സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നിന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയച്ചു കൊടുക്കാനാണോ എനിക്ക് എന്തെങ്കിലും ആലോചിക്കണോ എന്നൊക്കെ അത് കഴിഞ്ഞ് നന്ദു തന്നെ ഇങ്ങനെ മനസ്സിലോർക്കും, ഇനി അയച്ചു കൊടുത്തിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും, ഇതിപ്പോൾ ഞാൻ അവനോട് ചെയ്യുന്ന വലിയ നീതികേടായെങ്കിലും കുഴപ്പമില്ല, ഇത്ര വിഷമിക്കട്ടെ, അതാ നല്ലത്, അയച്ചു കൊടുക്കുന്നില്ല എന്ന് നന്ദു ഇങ്ങനെ തീരുമാനിക്കുന്നു. പിന്നെ നമ്മുടെ തിരുവോണ ദിവസമാണ് കാണിക്കുന്നത്. രാവിലെ ഇങ്ങനെ നയനയും നവിയും എല്ലാവരും ഇങ്ങനെ കൂടിയിരുന്ന് ദേവയാനിയുണ്ട് കേട്ടോ, അത്തപ്പൂക്കളമൊക്കെ ഇങ്ങനെ ഇടുവാണ്. അന്നേരം അങ്ങോട്ടേക്ക് ആദർശം വരും. എന്നിട്ട് പറയാണ്, കഴിഞ്ഞ ഓണത്തിന് അമ്മ ഇവിടെ മാറിയിരുന്ന് നയനെ കുറ്റം പറയായിരുന്നു, ഇന്നിപ്പോൾ നയനയുടെ കൂടെ തന്നെ കൂടിയല്ലോ എന്ന് പറയുമ്പോഴേക്ക് ദേവേന പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ മരുമകളുടെ കൂടെ തന്നെ കാണും, ഒരിക്കലും അവളെ ഒറ്റപ്പെടുത്തിയില്ല, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അനാമികയ്ക്കും ജാനകിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇറങ്ങി വരും. അന്നേരം ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അത്തപ്പൂക്കളം എന്ന് ചോദിക്കുമ്പോഴേക്കും നല്ല സൂപ്പറാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനറല്ലേ ഇത് ഡിസൈൻ ചെയ്തത്, അപ്പോൾ മോശമാകില്ലല്ലോ. അങ്ങനെ കുറച്ച് പോഴത്തിലൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ഒരു ഓണം കൂടി കാണാനുള്ള ബാക്കി ഈശ്വരൻ തന്നു, ഇനിയിപ്പോൾ എത്ര ഓണം കാണുമെന്ന് അറിയത്തില്ല, എന്നെ എത്രയും വലിയൊരു അസുഖം വല്ലേ പിടിപെട്ടേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ഏതായാലും എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. മടിയാണെങ്കിൽ എല്ലാവരും കൂടി ആണ് മുത്തശ്ശിയും ഉള്ളതുകൊണ്ട് തന്നെ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓരോ ഓണം കൂടി കാണാൻ സാധിച്ചു, ഇനി അടുത്ത ഓണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ഇത്രയും വലിയൊരു അസുഖമല്ലേ എനിക്കുള്ളത്, അതുകൊണ്ട് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോഴേക്കും ഞാനിങ്ങനെ മനസ്സിലോർക്കുക, ഓ രണ്ടുപേരുടെ അഭിനയമൊക്കെ അല്ലേ, ഞാനത് പൊട്ടിച്ച് തരാം എന്നിങ്ങനെ ഓർക്കുവാണ് കേട്ടോ. പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു അവിടെ ഇങ്ങനെ അത്തപ്പൂ ഇടുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇതൊക്കെ ചേച്ചിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ചേച്ചിയായിരുന്നെങ്കിൽ പടയെന്ന് തീർന്നേനെ, ഇന്നിപ്പോൾ അനന്തപുരിയിൽ അത്തപ്പൂ ഇടാനൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ചേച്ചിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അവളെ പഠിപ്പിച്ചതാണെന്ന്, പിന്നെ ഞങ്ങളുടെ അമ്മയൊക്കെ തന്നെയാണ്, പക്ഷേ ഇതൊക്കെ പഠിച്ചത് ചേച്ചിയാണ് എന്ന് പറയുകയാണ് കേട്ടോ. അന്നേരത്തേക്ക് നയന അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയക്കുന്നു, നയനയുടെ അത്തപ്പൂക്കളത്തിൻ്റെ. അന്നേരം നമ്മുടെ നന്ദു പറയും, ഈശ്വര ചേച്ചിയുടെ നല്ല അടിപൊളി അത്തപ്പൂക്കളമാണ്, ഞാൻ തോറ്റുപോകുമെന്ന് പറയുമ്പോഴേക്കും, ഇല്ലടി ഞാനും കൂടെ എന്ന് പറഞ്ഞ് കനകയും കൂടെ അവിടെ എല്ലാവരും കൂടെ ഇങ്ങനെ അത്തപ്പൂക്കൾ ഇങ്ങനെ ഇടുവാണ് കേട്ടോ. അതുപോലെ അനന്തപുരിയിൽ എന്തോ പൂജയൊക്കെ ഇങ്ങനെ നടക്കുവാണ്, തിരുവോണമല്ലേ, അതിൻ്റെ പേരിൽ ഇങ്ങനെ ഏതായാലും ആരതിയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് എല്ലാവർക്കും ഇങ്ങനെ തൊഴാനൊക്കെ ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നയന പറയുവാണ്, തിരുവോണമായിട്ട് എല്ലാവരോടും എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന്. അന്നേരത്തേക്ക് മുത്തശ്ശി പറയുന്നുണ്ട്, ആ സന്തോഷ വാർത്ത എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കാത്തിരുന്ന ആ ദിവസം വാർത്ത തന്നെയല്ലേ ഇന്ന് ഇത് എന്ന് ചോദിക്കും. എന്നിട്ട് ദേവേനോട് ചോദിക്കും, ഇന്നലെ മോൾക്ക്
എന്തെങ്കിലും മനം ഛർദിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല എന്ന് ദേവേന് പറയുമ്പോഴേക്കും എന്നാൽ അങ്ങനെ എന്തോ ഉണ്ട്, ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ കൂടി തരാൻ വേണ്ടി തയ്യാറെടുക്കുമല്ലേ, അതല്ലേ പറയാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാക്കി എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണ് കേട്ടോ. അവിടെ നിന്ന് അനാമികയും ജാനകിയും ഒക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്, അതൊന്നും അല്ല മുത്തശ്ശി, വേറൊരു കാര്യമാണെന്ന് പറയുന്നു. എന്നിട്ട് നയന പറയുവാണ്, നമ്മൾ ഇത്രയും കാലം ഒരുപാട് വിഷമിച്ച ഒരു സംഭവമാണല്ലോ മുത്തശ്ശൻ്റെ അസുഖം. ഇവർ രണ്ടുപേരും ഒന്നാം തരമായിട്ട് കള്ളത്തരം പറയുന്നവരാണ്. മുത്തശ്ശന് അസുഖമൊക്കെ മാറി ഇപ്പോൾ മുത്തശ്ശന് ഒരു അസുഖവും ഇല്ല എന്ന് നയന അങ്ങ് പറയുവാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും മുത്തശ്ശൻ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. മുത്തശ്ശൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും എന്താ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെ എന്തോ പോലെ ഇരിക്കുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.